ഓക്കെ ഓക്കെ, അങ്ങനെ ബോസ് വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇനി പോകാതിരിക്കാൻ പറ്റൂലടാ. അപ്പോൾ ഇനി എങ്ങോട്ടൊക്കെ പോകണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ബാങ്കിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റിൽ പോയിട്ട് പോവാം. അവിടെ ചെന്ന് അലമ്പുണ്ടാക്കാം. നീ അവിടെ ചെന്നാടാ വഴക്കുണ്ടാക്കുന്നത്? പെട്ടെന്ന് പറ. ഞാൻ ബീച്ചിൽ പോവാം. ബീച്ചിൽ പോയിട്ട് എല്ലാത്തിനും ഇടിച്ചങ്ങ് നോക്കാം. ഇടിച്ചു നോക്കുന്നതൊക്കെ കൊള്ളാം. നാട്ടുകാർ നിന്നെ ഇടിച്ച് നോക്കാതെ നോക്കിക്കോളാം. ഓക്കേടാ, ഇനി ഞാനെന്നാ ഈ ബൈക്ക് എടുത്ത് ബാങ്കിൻ്റെ അടുത്ത് പോട്ടെ. നീ എന്തിനാണ് കയറിയത്? അയ്യോ സോറിയോട്, ഞാൻ അറിയാതെ. ഓക്കേടാ, അറിയാതെ കയറിയാലും കുഴപ്പമില്ല. ഞാനിതൊന്ന് ലോക്കാക്കട്ടെ, അല്ല നമ്മൾ പറയണ ആരും കേൾക്കണ്ട. ഓക്കേടാ, ഞാനിനി ബാങ്കിൻ്റെ അടുത്ത് പോകും, നീ ബൈക്കിൻ്റെ അടുത്ത് പോക്കോ. ഓക്കേടാ, ഞാനൊന്ന് തകർക്കുക. ഓക്കേടാ, അപ്പം ഞാനാദ്യം പോടാ. ഓക്കെ, ഇനിയിപ്പം നേരെ ബാങ്കിലേക്ക് അവിടെ ചെന്നൊന്ന് അലമ്പുണ്ടാക്കി ഇന്ന് നമ്മളെ ഗ്യാങ് ഇവിടെ പോപ്പുലർ ആക്കണം. ഇന്ന് ഞാൻ പോയിട്ട് വരാം. ഓക്കേടാ, ഞാൻ അപ്പോഴത്തേക്ക് ഇവിടെ ഒന്ന് കറങ്ങി നിൽക്കാം. ഓക്കേടാ ഓക്കെ, ഇനിയിപ്പോൾ നേരെ ബാങ്കിൻ്റെ അടുത്തോട്ട് പോകണം. ഇവിടെ നിന്ന് നേരെ വിട്ട് ബാങ്കിൽ ചെന്ന് അലമ്പുണ്ടാക്കണം. നമ്മളെ ബോസ് എന്നാലും എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെ ബോസിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യണം. ഇനി നേരെ നമ്മളെ ബാങ്കിലേക്ക് പോകും. അവിടുത്തെ സ്ട്രീറ്റിൽ ചെന്നിട്ട് ഫുള്ള് വഴക്കുണ്ടാക്കണം. ഓക്കെ, ഈ പാട്ട് കിടക്കുന്ന സ്ഥലം കണ്ടു. ഇവിടെ നിന്ന് നേരെ പോവുകയാണെങ്കിൽ നേരെ ബാങ്കിൻ്റെ അടുത്ത് എത്തും. ഇവിടെ നിന്ന് പോവാം പെട്ടെന്നാവട്ടെ, എനിക്ക് മുട്ടി ഇന്നിട്ട് വയ്യ. ഓക്കെ, എന്തുകൊണ്ടാണ് ബാങ്ക് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഉള്ള ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇറങ്ങടാ വണ്ടിയിൽ നിന്ന്. ഇവിടെ ആയിട്ട് എൻ്റെ ബൈക്ക് ഇടട്ടെ. ബൈക്കേഴ്സ് ഗ്യാങ്ങിൻ്റെ ബൈക്ക് ഇവിടെ കിടക്കട്ടെ. നീ എന്താടാ എന്നെ വെടി വെക്കുന്നു? നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാടാ. എൻ്റെ ഒരു തോക്കിൻ്റെ ഉണ്ടയുടെ അത്ര ഉള്ളടാ നീ. അവൻ വന്നേക്കുന്ന എന്നെ വെടി വെക്കാനിട്ട്. അല്ല പിന്നെ എടാ, നീ എന്താടാ വിചാരിച്ചു ഞാൻ വെറും നൂബാന്നാ? ഞാൻ നൂബലയുടെ പ്രോ. അവൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു കള്ളപ്പന്നി. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ പുറത്ത് അലമ്പുണ്ടാക്കാം. ഇനി ബീച്ചിൽ പോയിട്ട് എല്ലാത്തിനും കൊല്ലണം. ഇനി നേരെ ബീച്ചിലേക്ക് കൂടാ. ഓക്കെ, ഇനി ബീച്ചിലേക്ക് പോകുന്ന വഴി ഇതുവഴി നേരെ വിട്ടടിച്ച് പോകും. എൻ്റെ പൊന്ന് കാറ് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ഓവർടേക്ക് ചെയ്യണം. ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു കാറ്. അങ്ങനെ നേരെ കൊച്ചിറക്കാം. വന്നേക്ക് നിന്നെ ഓവർടേക്ക് ചെയ്യാം. വേറെ. ഓക്കെ, അങ്ങനെ ഞാൻ എത്താറായിട്ടുണ്ട് ബീച്ച് സൈഡിൽ. ഇവിടെ നിന്ന് ഒരു വളവും കൂടെ എടുത്താൽ നേരെ ബീച്ച് സൈഡായിരിക്കും. ഓക്കെ, കള്ളപ്പാനി നോണ്ട വന്ന് വെടിവെക്കാൻ നോക്കും. ഞാനിപ്പോൾ കാണിച്ചു തരാടാ. ബീച്ചിന് സൈഡിലെത്തി. ഇനി ഇങ്ങോട്ട് ബൈക്ക് പാർക്ക് ചെയ്യട്ടെ. സൈക്കിൾ ആരുടെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നത്? ഏതോ ഒരു സൈക്കിളുണ്ട്. ഓക്കെ, ഇന്ന് ഇവിടെ വെടി ഉതിർത്ത് ഞാനൊരു കളി കളിക്കും. എന്താടാ നീ അവൻ വന്നേക്ക് തന്നെ വെടിവെക്കും. എന്നാ പിടിച്ചോ. എല്ലാത്തിനും തീർക്ക്. ഇനി ബീച്ചിൻ്റെ അകത്തോട്ട് എല്ലാത്തിനും ബോംബിട്ട് കൊല്ലും. എന്താണ് നീ തീർന്നില്ലേ? ഞാൻ വെട്ടിച്ചു കൊല്ലൂടാ. അയ്യോ, അവിടെ പോലീസ് ദിവസം നിന്നെ എൻ്റെ കിട്ടൂടാ. അന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് ബീച്ചിൽ കയറിയിട്ട് എല്ലാത്തിനും ബോംബിട്ട് കൊല്ലും. നീ ആണെങ്കിൽ എന്നെ വെടിവെക്കല്ലോടാ. ഓക്കെ, അവിടുന്ന് പൈസ എടുക്കണം. നോണ്ട കള്ളപ്പന്നി പൈസ എടുത്തോണ്ട് പോകുന്നു. നീ എൻ്റെ പൈസ എടുക്കൂടാ. ഓക്കെ, നീ ബീച്ചിൽ കയറിയിട്ട് അലമ്പുണ്ടാക്കണം. ഇവിടെ ബോംബ് മേടിക്കാൻ മറന്നു. ഇവിടെ കിടന്നങ്ങ് വെടിവെക്കാൻ. എന്റെയുടെ ആൾക്കാർ ഇവിടെ ഞാനിന്ന് വെടിച്ച് എല്ലാത്തിനും തീർക്കും. ബീച്ചിന്റെ ഒരു സൗണ്ട്. ഇവിടെ ആരോടാ ഇവിടെ ഫൈറ്റ് ഉണ്ടാക്കാൻ വന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇപ്പൊ പറയണം. നമ്പർ ഇപ്പൊ പറയണം. നല്ലൊരു തോസായിട്ട് ചളവാക്കാൻ വന്നേക്കുന്നു. എടാ, എവിടെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളാം. ഞാൻ ഇപ്പൊ വരാം. ഓക്കെ, എന്റെ പണിയെന്ന് വിളിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ചെറുതായിട്ടൊന്ന് വിളിച്ച് പറഞ്ഞത് പറയുന്നത്. എടാ, നിങ്ങൾക്ക് എന്റെ നമ്പർ എന്നറിയോ? സാറേ, എനിക്ക് നമ്പർ അറിയാം. എന്നാ പെട്ടെന്ന് പറയാനുള്ള സമയം. ഞാൻ കാര്യമായിട്ട് ചോദിക്കാൻ അവിടെ സീനുണ്ടായ സ്ഥലത്ത് ഇവനില്ല. ഇവനെ ഇവിടെ പോയി ഞാൻ അന്വേഷിക്കും. ഇവനെവിടെ പോയി? ഇവനെന്റെ കട്ടയിടിച്ചു നോക്കും ഞാൻ. എവിടെടാ നീ? സാറേ, അവന് നമ്പർ എന്തെങ്കിലും നമ്പർ ഇപ്പൊ തരാം. എന്നാ വിളിച്ച നമ്പർ? അയ്യോ, ഇതാരാടാ എന്നെ വിളിച്ചത്? അയ്യോ, പോലീസുകാരൻ. ഇന്ന് ഞാൻ നിങ്ങളെ കൊല്ലോളെ പോലീസുകാരൻ. നീ എന്നെ കൊല്ലാറായില്ലടാ. എവിടെ എന്റെ പിസ്റ്റലോടെ പോയി? പിസ്റ്റലിന്റെ അടുത്ത് കാണിച്ചു തരാം. അവരാളെ പേടിച്ചിട്ടുള്ളൂ. അവ വന്നേക്കുന്ന എന്നെ പേടിപ്പിക്കാനായിട്ട്. എന്റെ പിസ്റ്റലുണ്ട്. കള്ളപ്പന്നി സാറെ, ഞാൻ വെടിവെച്ച് നിങ്ങളെ കളക്കിനിട്ട് വെടിവെക്കും കേട്ടോ. അങ്ങേരും എന്നെ വെടിവെക്കാൻ വന്നിരിക്കുന്നത്. എന്നെ കണ്ടുപിടിക്കാൻ പോലും പറ്റൂലോടോ തനിക്ക്. പറഞ്ഞില്ലേ സാറേ, എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഞാൻ നോക്കിക്കോളാം. അവൻ എന്ത് ചെയ്യും? എടാ, നീ അവിടെ പോയി. ൂടെ ഞാൻ ഇവിടെ നിപ്പുണ്ട്. നീ എന്നെ കണ്ണു കാണാത്തവനാക്കിയല്ലോടെ. ഇങ്ങോട്ട് പോവാ.
ഇന്ന് ഞാൻ നിന്നെ ജയിലിൽ കൊണ്ടിട്ട് പരിപ്പടക്കും. ഞാൻ ഇത് ആരാണ് വെടി വെക്കുന്നത് നിന്റെ ഇടയിൽ? വാടാ നീ. ജയിലിൽ കൊണ്ടിട്ട് ഞാൻ നിന്നെ അങ്ങോട്ട് ഉയർത്തുന്നുണ്ട്. ഓക്കെ? സാറേ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. സാറിനെ വെറുതെ പറഞ്ഞു നമ്മൾ ഗ്യാങ്ങിൽ അറിഞ്ഞ സാറിനെ ഒന്ന് കൊല്ലും. ഓക്കെ, അത് ഗ്യാങ് ഉണ്ടേ. നിന്നെ ഞാനിന്ന് പൂളിന്റെ അടുത്ത് ജയിലിൽ കൊണ്ടിടാവുന്നു. ആ, ഇന്ന് നീ അവിടെ കിടന്ന് നരയിക്കട്ട്. അവൻ വന്നേക്കുന്നത് എന്നെ ഊക്കാനായിട്ട്. വാടാ നീ. നിന്നെ അവിടെ കൊണ്ടിട്ട് ഇടിച്ചു നോക്കും ഞാൻ. പൊന്നി സാറേ എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നതാണോ ഇടിച്ചു നോക്കാൻ കൊണ്ടുവന്നതാണോ? പൂളിന്റെ അടുത്ത് കൊണ്ട് ജയിലിൽ വെച്ചേക്കുന്നു. എടാ കുച്ചറക്ക, നീ എനിക്കിട്ടുണ്ടാക്കാൻ അറിഞ്ഞൂടാ. നിന്നെ ഞാനാണെങ്കിൽ അവിടെ ജയിലിൽ കൊണ്ടിട്ട് തൂക്കാണ്ട് ഇതൊച്ചിരി വെടിവെച്ചാണ്ടല്ല. സാറേ ഇത്രയും കാലമായിട്ട് അറിഞ്ഞൂടെ തോക്ക് വെച്ച് വെടി വെച്ച് ചത്തുപോകും. എടാ നീ പറയുന്നോട്ടൊന്നും അറിയാതെ ഈ ജയിലിനകത്ത് മര്യാദ കയറിക്കണം പറയുകയാണ്. ഇത് ജയിലാന്ന് ആരെങ്കിലും പറയുമോ സാറേ? ഇത് എന്തിനിത് ബാത്റൂമിൽ കൊണ്ടിട്ട് ജയിലാന്ന്? തർക്കത്തെ പറയുന്നോടാ നീ. നീ അവിടെ കിടക്ക്. നിന്റെ സാധനം ഞാൻ പിന്നെ വന്ന് മേടിച്ചോളാം. ആരെങ്കിലും കോൾ ചെയ്യാനൊക്കെ നോക്കിയാ വെടിവെച്ച് കിടങ്ങി ഇവിടെ നിന്നോളാം നീ. അല്ലെങ്കിൽ ഞാൻ നിന്നെ വെടിവെച്ച് കൊണ്ടുവരാം. കള്ളം. ബാങ്കിൽ കിടന്ന് ഞാൻ ഇന്ന് അർമാദിച്ച് ഇന്ന് പൊളിയായിരുന്നു. എല്ലാത്തിനും തീർത്ത് കളഞ്ഞു ഞാൻ. ഒരു മിനിറ്റ്, എന്നെ ആരാടാ വിളിക്കണത്? ഇവിടെ ഇത് സോമനല്ലേ വിളിക്കുന്നത്? ഹലോ സോമൻ, എന്താടാ പറ്റിയത്? എടാ ചെറിയൊരു പ്രശ്നം ഉണ്ടോ, എന്നെ പോലീസ് പിടിച്ചടാ. ബീച്ച് വെച്ച് വഴക്കൊന്നടക്കുന്നതിന്റെ ഇടയിൽ എന്നെ പോലീസ് പിടിച്ച് ഇപ്പൊ ജയിലിൽ കൊണ്ടിട്ടേക്കുവാ. എടാ കള്ളപ്പന്നി, ഞാൻ അപ്പോഴേ പറഞ്ഞ സൂക്ഷിച്ചും കണ്ടും എല്ലാം ചെയ്യണമെന്ന്. പോലീസിന് പിടി കൊടുക്കല്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ നിന്നെ രക്ഷിക്കാൻ വരണമല്ലോ. എന്നെ വെടിവെക്കുന്നതിന്റെ ഇടയിൽ ഭയങ്കര ഇതായി പോവാടാ. എനിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് കുറച്ച് ഇതൊക്കെ വന്ന് ദേഷ്യം എല്ലാം കൂടെ കൂട്ടി ഞാൻ കൊടുത്തതാ ഞാൻ. കൂട്ടിക്കൊടുത്ത് തന്നെ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നീയാണെങ്കിൽ എന്നെ രക്ഷിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ നിന്നെ രക്ഷിക്കാൻ വരാം. പക്ഷേ നമ്മൾ രക്ഷിക്കാനുള്ള എക്യുപ്മെൻ്റ് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനാണെങ്കിൽ അതൊക്കെ ഒന്ന് ഒപ്പിക്കട്ട്. അതുവരെ നീ അവിടെ അടങ്ങിയിരുന്നു. അടങ്ങിയിരിക്കാൻ പറയാൻ സിമ്പിൾ ആയിരിക്കും. എനിക്കിവിടെ നിന്നിട്ട് തന്നെ ദേഷ്യം വരുന്നു. പറയുന്ന കേട്ടതൊന്നും ഞാനാ നിന്നെ ജയിലിൽ കൊണ്ടിട്ടായിരുന്നു. പോയടെ എനിക്ക് ഞാനത് ഇതൊക്കെ ഒന്ന് സെറ്റാക്കിട്ട് അവനാണെങ്കിൽ പറയുന്നത് കേട്ടത് ഞാനതെല്ലാം ചെയ്തായിരുന്നു. ഓക്കെ, എന്നാൽ ശരിയാടാ, നമുക്ക് ഞാൻ പിന്നെ വിളിക്കാം. അയ്യോ, ഇവനെ കൊണ്ട് വലിയ പ്രശ്നമല്ല. ഇവൻ കാരണം എന്തൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവനോട് ഞാൻ അപ്പോഴേ പറഞ്ഞ സൂക്ഷിക്കണം, നീ അവനെ രക്ഷിക്കുകയും ചെയ്യണം. ഇനിയിപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എത്ര ദിവസം കൊടുക്കും നമ്മളെ ഗ്യാങ് പകരാൻ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എക്യുപ്മെൻറ്റ്സ് എല്ലാം ചെയ്ത് ഉണ്ടാക്കണം. അതൊക്കെ മേടിക്കണം. അതിനുള്ള പൈസ എൻ്റെ വീടിനകത്ത് ഇരിപ്പുണ്ട്, അത് ഞാൻ എടുക്കട്ടെ.